കുമ്പസാരം എനിക്ക് എപ്പോഴും ഒരു അനുഭവമാണ്. പക്ഷേ ഇന്നലെ വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു. കാരണം ധ്യാനം തുടങ്ങിയപ്പോൾ പാപമൊന്നും പറയാനുണ്ടാവില്ല എന്നാണ് തോന്നിയത്. കാരണം നമ്മളല്ല അതിൻ്റെ ഉത്തരവാദി എന്നുള്ള വിധത്തിൽ പറഞ്ഞു വന്നപ്പോൾ നമുക്കതിൻ്റെ ഉത്തരവാദിത്തമില്ല, പിന്നെ പറയേണ്ട കാര്യമില്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരുങ്ങി വന്നപ്പോൾ എല്ലാ പ്രവൃത്തികളും കൂടുതലുണ്ടായിരുന്നു. എഴുതിയ പേജ് 2 പുറകെ കഴിഞ്ഞു. പക്ഷേ അതിനു മുമ്പ് ഒരു ദിവസം ഇവിടെ ഒരു സഹോദരൻ പറഞ്ഞിരുന്നു, പാപങ്ങൾ കുറേ പറഞ്ഞിട്ടും ആകെ ഒരു നന്മ നിറഞ്ഞവരെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന്. അപ്പോൾ എനിക്ക് ഇന്നലെ അതൊരു അനുഭവമായിരുന്നു. അത് എന്നെ അത്ര സ്ട്രൈക്ക് ചെയ്യാറില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു 10-25 പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആകെ ഒരു 3 നന്മ നിറഞ്ഞവരെയും ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എൻ്റെ മനോഭാവവും ഈശോയുടെ മനോഭാവവും. അപ്പോൾ ആ തലേദിവസം പറഞ്ഞ കാർക്കശ്യവും ഫരിസേയ മനോഭാവം. അപ്പം ഞാൻ എൻ്റെ കുട്ടികളോടാണെങ്കിൽ നന്നായി പണിഷ്മെൻറ്റ് ഞാൻ അവർക്ക് കൊടുക്കും. ഇപ്പോൾ ഇമ്പോസിഷൻ, ഇപ്പോൾ ഈ കുമ്പസാരം തന്നെയാണെങ്കിൽ ഞാൻ അവർക്ക് ഇമ്പോസിഷൻ അത്യാവശ്യം കൊടുത്തേനെ. പക്ഷേ അത് തമ്പുരാൻ്റെ ആ മനോഭാവം. അപ്പം ഇന്നലെയൊക്കെ എനിക്ക് അതായിരുന്നു കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത്. ഈ ഫരിസേയ മനോഭാവത്തിലാണ് എൻ്റെ ജീവിതം മിക്കതും പോകുന്നത്. അതുപോലെ കാർക്കശ്യ സ്വഭാവം. അപ്പം അത് തിരുത്താനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ്. ഇപ്പോൾ ഈ വർഷം എൻ്റെ ജൂബിലി വർഷമാണ്. അപ്പോൾ ഈ ധ്യാനത്തിന് ഞാനങ്ങനെ സത്യദീപത്തിൽ കണ്ടെങ്കിൽ ഇങ്ങനെ ബുക്ക് ചെയ്യാൻ ആഗ്രഹിച്ചു. അപ്പോഴേക്കും വേറെ സിസ്റ്റർ പറഞ്ഞു, നിലമ്പൂര് ഇവരുടെ ധ്യാനമുണ്ട്, ബ്രദറിൻ്റെ അല്ല ഈ കോൺഗ്രിഗേഷൻ്റെ ധ്യാനമുണ്ട്, അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ സ്കൂളിലത്തെ പല സാഹചര്യങ്ങൾ കൊണ്ട് അതിന് പോയില്ല. ഇവിടേക്ക് തന്നെ എനിക്കിത് ആഗ്രഹം ഉണ്ടായിരുന്നു കൂടാൻ. പക്ഷെ അത് വീണ്ടും ഈശോ അതുപോലെ തന്നെ ഒരുക്കി തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത്ര നാളും നമ്മൾ ധ്യാനം കൂടിയിട്ട് ആ ഒരു ഫരിസേയ മനോഭാവം പലപ്പോഴും അങ്ങനെയൊക്കെ ഏറ്റു പറയാറുണ്ടെങ്കിലും ഇത്രയും ഇങ്ങനെ മനസ്സിനെ സ്പർശിച്ചൊരവസരം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുമ്പസാരം ഒരു അച്ഛനായാലും ഇത്തിരി റഫായിട്ട് പറഞ്ഞെങ്കിലും അതെനിക്ക് ആവശ്യമായിരുന്നു എന്ന് എനിക്ക് തോന്നി കുമ്പസാരത്തിൽ. അതുപോലെ ഇന്നത്തെ ടോക്കിൽ പറഞ്ഞത് എല്ലാറ്റിനും പരിഹാരം വിശ്വാസമാണെന്ന്. അതൊന്നും കൂടി മനസ്സിലിങ്ങനെ ആഴത്തിലേക്ക് കയറായിരുന്നു. കാരണം പല പ്രശ്നങ്ങളിപ്പോൾ കുട്ടികളായിട്ടായാലും ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലൊക്കെ ആയാലും സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഉണ്ടാകുമ്പോൾ അവരെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് ഒരു അർത്ഥമില്ല എന്ന് മനസ്സിലായി. കാരണം എന്നിലുള്ള വിശ്വാസക്കുറവാണ് എനിക്കത് ശരിക്കും എടുക്കാൻ പറ്റാത്തതെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് വരികയായിരുന്നു. പിന്നെ സ്വർണ്ണപ്പണിക്കാരൻ ഒലയിൽ സ്വർണ്ണം ഇട്ട് കഴിഞ്ഞ് അത് ആ ഉരുകുന്ന സമയത്ത് പിന്നെ ആൾ ശ്രദ്ധ മാറില്ല എന്നുള്ളത് അതെന്നെ ഒത്തിരി സ്പർശിച്ചു. എൻ്റെ വീട്ടിൽ സ്വർണ്ണപ്പണി ഉള്ളതാണ്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ പോകുന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഇത്രയും, അതായത് നമ്മൾ സഹനത്തിൻ്റെ ആ ചൂളയിൽ കിടക്കുന്ന സമയത്ത് ഈശോയുടെ ശ്രദ്ധ ഒട്ടും മാറുന്നില്ല എന്ന്. പക്ഷെ ഞാൻ ഒരു സഹനം പോലും അങ്ങനെ സ്വസ്ഥതയിൽ എടുത്തിട്ടില്ല. പരാതി പറയലായിട്ടാണ് പലപ്പോഴും കഴിഞ്ഞു പോകാറുള്ളത്. അപ്പോൾ അത് ഈശോ പഠിപ്പിക്കുകയായിരുന്നു, നീ സ്വസ്ഥമായിട്ടിരുന്നോ, ഇത് ഈശോ ഏറ്റെടുക്കുന്ന കാര്യമാണെന്നുള്ളത്. അതുപോലെ വിശുദ്ധ കുർബാന എനിക്ക് അനുഭവമായിട്ട് തന്നെ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യം വന്നതോടുകൂടി ഇന്നലെയും ഇന്നുമായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ പറയും, കുർബാനയ്ക്ക് കയറുമ്പോൾ ഇപ്പോൾ ഏത് കാര്യത്തിനായാലും ഞാൻ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനോട്, എനിക്കറിയില്ല കേട്ടാ, എനിക്ക് ഈ കുർബാന എങ്ങനെ പങ്കെടുക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷേ അത് പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക അനുഭവത്തിലൂടെ എന്നെ ആ കുർബാനയിലും കൊണ്ടുപോകായിരുന്നു. പിന്നെ പലപ്പോഴും ഇങ്ങനെ നമ്മൾ സന്തോഷമില്ലാതൊക്കെ ഇരിക്കുന്നതിന് കാരണം മണവാളൻ കൂടെ ഇല്ലാത്തതാണെന്ന്. സന്തോഷമില്ലാത്ത എൻ്റെ ജീവിതം, സന്തോഷമില്ലാത്ത അവസരങ്ങളോ അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു മറുപടിയാണ് ഒരു പഴയ നിയമത്തിലെ ഒരു ദൈവം ആയി ആ കാർക്കശ്യമുള്ള ഒരു ദൈവത്തെ മാത്രം ഉള്ളിൽ ഉൾക്കൊണ്ടത് കൊണ്ടാണ്. അല്ലാതെ മണവാളൻ കൂടെയുണ്ടെങ്കിൽ എപ്പോഴും അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ കൂടെ ഇരിക്കുവിൻ എന്നുള്ള വചനത്തിൻ്റെ അർത്ഥം എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ കുറച്ച് കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് മിഷന് പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ +2 വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ അധികാരികളോടും അല്ലെങ്കിൽ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പതുക്കെ പറയും അങ്ങനെ വേണ്ടാത്ത കാര്യമൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, എവിടെയാണ് വേണ്ട, മിഷൻ വർക്ക് ഉണ്ട് എന്ന് പറയും. കാരണം കുട്ടികളുടെ ഇടയിലൊക്കെ ഇയാൾക്ക് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഇവിടെ സിസ്റ്റേഴ്സിനെ കൊണ്ട് തട്ടിമുട്ടി നടന്നിട്ട് വേണ്ടോളം ആൾക്കാരുണ്ട്. ഞാനൊരു 3 കൊല്ലം മുമ്പ് ഛത്തീസ്ഗഡിൽ ജീസസ് യൂത്തിൻ്റെ കുട്ടികളുടെ കൂടെ അവർക്ക് ഒരു കൂട്ടായിട്ട് പോയതാണ്. പക്ഷെ അതെനിക്ക് വളരെയധികം എൻ്റെ മനസ്സിനെ സ്പർശിച്ച കാര്യമാണ്. അവിടെ കുർബാന റിയലി ഒരു തൊഴുത്തിലാണ് കുർബാന നടത്തിയത്. എന്നിട്ട് ഞാൻ ശരിക്കും കണ്ടില്ല, ഞാനിരുന്ന് കരയായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് പറ്റാവുന്നത് അവരോടൊക്കെ സഹായമൊക്കെ ചോദിച്ച് പൈസ കൊടുത്ത് ഒരു ചെറിയൊരു ഇത് പണിന്തെങ്കിലും പിന്നെ അവർക്ക് നക്സലൈറ്റ്സിൻ്റെ ആക്രമണമൊക്കെ ഉണ്ട് അവിടെ നല്ലോണമുള്ളതാണ്. അപ്പോൾ അതൊക്കെ വീണ്ടും അവർ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മിഷന് പോകണമെന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വളരെ ശക്തമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആളെന്നോട് കൗൺസിലർ പറഞ്ഞു, ഒരു 3 കൊല്ലത്തേക്ക് കർത്താവ് ഇപ്പോൾ ഒരുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും കൂടി തിരിച്ചു വരണമെന്ന് ആഗ്രഹം. പക്ഷേ ഇന്ന് എനിക്കറിയില്ല ഈശോയ്ക്ക് എന്നെക്കുറിച്ച് എന്താ പറയുക, ഞാൻ ഇന്നതെന്ന് പറയുന്നില്ല. പക്ഷേ എനിക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ എനിക്കിഷ്ടമില്ല, ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് പോകാനാണ് എനിക്കിഷ്ടമുള്ളത്.
അപ്പോൾ ഇന്ന് ബ്രദർ പറഞ്ഞു ഒരു നവസുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഒരു ചാവേർപ്പട ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ കത്തി ജ്വലിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് ഞാൻ വിട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഈശോ എങ്ങനെയും വേണ്ടെങ്കിൽ ഉപയോഗിക്കട്ടെ. ഒപ്പം തന്നെ ഞാൻ എൻ്റെ കോൺഗ്രിഗേഷൻ്റെ ജനറൽ അമ്മയ്ക്കൊരു എഴുത്തെഴുതാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബ്രദർ തോമസ് പോളിനെ കൊണ്ട് ഒരു ക്ലാസ് അവിടെ എടുപ്പിക്കാൻ സിസ്റ്റേഴ്സ് ഒന്ന് കത്തട്ടെ എന്ന് വിചാരിച്ചിട്ട്. താങ്ക് യു.